പുത്രഭാര്യാർത്ഥനിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. ആശയം ആരണ്യകാണ്ഡത്തിലെ സുതീക്ഷ്ണാശ്രമ പ്രവേശത്തിലെ വരികളാണിവ. അഗസ്ത്യമുനിയുടെ ശിഷ്യനും സഹോദരനുമായിരുന്നു സുതീക്ഷ്ണൻ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എല്ലാ നല്ല ജീവജാലങ്ങളുടെയും സംഗമമുണ്ട്. നിത്യവും രാമനാമം ജപിക്കുന്ന സുതീക്ഷ്ണന് അത് സാധ്യമാകുന്നത് അഗസ്ത്യമുനിയുടെ നിയോഗത്താലാണ്. എങ്കിലും പുത്രൻ, ഭാര്യ, അർത്ഥം എന്നിങ്ങനെയുള്ള നിലയില്ലാത്ത കിണറ്റിൽ വീണ് കിടക്കുകയാണ് അദ്ദേഹം. ഇതുമൂലം ലൗകികമായ മാംസപിണ്ഡമായ ശരീരത്തോടുള്ള ആസക്തി വെടിയാൻ സാധിക്കുന്നില്ല. ഇവിടെ സുതീക്ഷ്ണൻ ശ്രീരാമനോട് അപേക്ഷിക്കുകയാണ്, അല്ലയോ ശ്രീരാമ, എന്നെ മായാഭഗവതി ബന്ധിച്ചിരിക്കുകയാണ്. അങ്ങ് ഭക്തനോടുള്ള കരുണാകടാക്ഷങ്ങളും വാത്സല്യവും തന്ന് എന്നെ ഉയർത്തേണമേ. സുതീക്ഷ്ണം എന്നാൽ വളരെ കഠിനമായത് എന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമിയുടെ ക്ലേശങ്ങളും. അത് വളരെ കഠിനമാണ്. സംസാര ബന്ധങ്ങളാണ് പ്രശ്നം. ഇവിടെ മുക്തിക്ക് വിലങ്ങ് തടിയാകുന്നതും ഇതേ സംസാര ബന്ധങ്ങൾ തന്നെ. ഈ സംസാര ബന്ധങ്ങളുടെ കെട്ട് അയച്ചു കിട്ടാനാണ് സുതീക്ഷ്ണൻ ശ്രീരാമനോട് പറയുന്നത്. നിത്യവും ശ്രീരാമനാമ ജപം നടത്തുന്ന സുതീക്ഷ്ണന് മുക്തി തീർച്ചയാണ്. അതായത് നിത്യവും ഭക്തിയോടെ ഭഗവാനെ ഉപാസിക്കുന്ന ഭക്തന് മുക്തി തീർച്ചയാണെന്നർത്ഥം. മോക്ഷം എന്നാൽ മോഹക്ഷയം, ലൗകിക ദുഃഖങ്ങൾ നശിക്കുമെന്നർത്ഥം. ശ്രീകുമാർ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എനിക്ക് ആ കരുണാ കടാക്ഷങ്ങളുള്ള ഭാഗം ചൊല്ലിയപ്പോഴുള്ള ഒരു രോമാഞ്ചം ഉണ്ടല്ലോ. കാരുണ്യം എന്ന സാധനം അവിടെ എങ്ങനെ സ്പർശിച്ചു. അതാണ് സംഗീതത്തിന്റെ ഒരു ഗുണം.